ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ഇങ്ങനെ ഒരവസരം ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസികളായി തീരുമ്പോൾ സ്വാഭാവികമായും നാം എല്ലാവരും തിരുവെഴുത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളുടെ പഠിതാക്കളാണ്. വീണ്ടും ജന്മം മുതൽ ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ച ആരംഭിക്കുന്നു. അവിടെ നിന്നും പടിപടിയായി വളർന്ന് സുവിശേഷ സത്യങ്ങളെക്കുറിച്ചുള്ള ആഴമായ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണം. അവ നമുക്ക് മറ്റുള്ളവരെ വിശ്വസ്തയോടെ പഠിപ്പിക്കുവാനായിട്ട് കഴിയണം. വിശ്വാസത്തിൽ പക്വത വന്ന വ്യക്തി നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമുള്ളവനും തിരുവചനത്തിൻ്റെ സ്ഥിരമായ പരിശീലനം കൊണ്ട് നന്മതിന്മകളെ വിവേചിക്കുന്നവനുമാണ്. കൂടാതെ ക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നിഴലായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിവൃത്തി യേശുക്രിസ്തുവിൽ കണ്ടെത്തി യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നവരും ആയിരിക്കണം. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അതിനായി എബ്രായ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 11 മുതൽ 6-ാം അധ്യായം അതിൻ്റെ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 11 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. വ്യാഖ്യാനിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വേദഭാഗമായി പല പണ്ഡിതരും അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു വേദഭാഗമാണിത്. അനേകം എഴുത്തുകാരും വളരെ വ്യത്യസ്തമായ നിലയിൽ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ എഴുത്തുകാരൻ്റെ ചിന്താധാരയോടെ ഏറ്റവും ചേർന്നു പോകുന്ന ഒരു ആശയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ആശയം, ഈ വേദഭാഗത്തിൻ്റെ കേന്ദ്ര ആശയം എന്താണെന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു വിശ്വാസി ആത്മീയ മന്ദത വെടിഞ്ഞ് പക്വതയിലേക്ക് വളർന്ന് നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമുള്ളവനായി തീരുന്നില്ലെങ്കിൽ അവൻ വിശ്വാസത്യാഗത്തിലേക്ക് വീഴാൻ വലിയ സാധ്യതയുണ്ട്. ആകയാൽ ദൈവവചനത്തെ നന്നായി പഠിക്കുന്നവരും അത് പ്രാവർത്തികമാക്കുന്നവരും ആയിത്തീരുക. ഞാൻ ആവർത്തിക്കാം. ഒരു വിശ്വാസി ആത്മീയ മന്ദത വെടിഞ്ഞ് പക്വതയിലേക്ക് വളർന്ന് നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമുള്ളവനായി തീരുന്നില്ലെങ്കിൽ അവൻ വിശ്വാസത്യാഗത്തിലേക്ക് വീഴുവാൻ വലിയ സാധ്യതയുണ്ട്. ആകയാൽ
ദൈവവചനത്തെ നന്നായി പഠിക്കുന്നവരും അത് പ്രാവർത്തികമാക്കുന്നവരും ആയി തീരുക. ഈ വേദഭാഗത്തിന് ഞാൻ നൽകുവാൻ ഉദ്ദേശിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കുന്ന ആത്മീയ മന്ദത എന്നതാണ്. സ്പിരിച്വൽ സ്ലഗിഷ്നസ് ലീഡിങ് ടു അപ്പോസ്റ്റസി. വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കുന്ന ആത്മീയ മന്ദത. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനെന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ നിയമനത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ലേഖനകാരൻ നടത്തിക്കൊണ്ടിരുന്നത്. യേശുവിനെ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നിയമിച്ചിരിക്കുന്നു. അതാണ് ആ കാര്യമാണ് എബ്രായർ 5:10 വാക്യത്തിൽ നാം കണ്ടത്. എന്നാൽ ആ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് വ്യതിചലിച്ച് തൻ്റെ സഭാവിശ്വാസികളുടെ ആത്മീയ മന്ദതയിലേക്ക് താൻ തിരിയുകയാണ്. വിശ്വാസികളുടെ ആത്മീയ മന്ദതയെ താൻ ഇവിടെ കൈകാര്യം ചെയ്യുന്നു. ആത്മീയ വളർച്ചയില്ലായ്മ ഏതൊരു സഭയെ സംബന്ധിച്ചും അഥവാ ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും ഒട്ടും ഭൂഷണമായ ഒരു സംഗതിയല്ല. അതിനാൽ ഒരു സ്നേഹപൂർവമായിട്ടുള്ള ഏറ്റുമുട്ടൽ, അതല്ലെങ്കിൽ ഒരു ലവിങ് കൺഫ്രണ്ടേഷൻ നടത്തുകയാണ് ലേഖനകാരൻ ഈ വേദഭാഗത്ത്. വിശ്വാസികളുടെ കുറവ് ചൂണ്ടിക്കാണിച്ച് അതിനെ തിരുത്തുക എന്നത് ഒരു സഭാ ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. ആ ശ്രമം വിജയിച്ചില്ലെങ്കിൽ അതിൻ്റെ പരിണതഫലം വളരെ വലുതായിരിക്കും. ഇനി അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയ ഒരു ദുരന്തമായി തീരുകയും ചെയ്യും. അതായത് എബ്രായ വിശ്വാസികളുടെ ആത്മീയ മന്ദത തുടർന്നാൽ അവർ വിശ്വാസത്യാഗം അഥവാ അപ്പോസ്റ്റസിയിലേക്ക് അത് അവരെ നയിക്കും. അതിനേക്കാൾ വലിയ ഒരു ദുരന്തം ഒരു വിശ്വാസിക്ക് ഉണ്ടാകുവാനില്ല. ഇത് എബ്രായ വിശ്വാസികളുടെ മാത്രം കാര്യമല്ല, ഏത് കാലത്തുമുള്ള സഭയെ സംബന്ധിച്ചും ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. വിശ്വാസികൾ ആത്മീയ മന്ദതയുള്ളവരായി തീർന്നാൽ അതവരെ വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചും ഈ ശ്വാസന തികച്ചും ബാധകമാണ്. അങ്ങനെ സംഭവിക്കുന്നതിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ വേദഭാഗത്തിന് ശേഷം വരുന്ന, അതായത് 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെ വാക്യങ്ങളിൽ കാണുന്നത്. വിശ്വാസികളാണെന്ന ഒരു തോന്നൽ നൽകുകയും അതേസമയം യഥാർത്ഥ വിശ്വാസമില്ലാതെ പ്രൊഫസിങ് ക്രിസ്ത്യൻസായി തീരുകയും ചെയ്യുന്നവർക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് ആണിത്. പ്രൊഫസിങ് ക്രിസ്ത്യൻസ് ഡു നോട്ട് പെർസീവിയർ ഇൻ ദ ഫെയ്ത്ത്, അതല്ലെങ്കിൽ പ്രൊഫസിങ് ക്രിസ്ത്യൻസ് ഡു നോട്ട് അബൈഡ് ഇൻ ദ ഫെയ്ത്ത്. പേരിൽ മാത്രം ക്രിസ്ത്യാനികളായിരിക്കുന്നവർ വിശ്വാസത്തിൽ നിലനിൽക്കുകയില്ല. അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോകും. ശാസനയ്ക്കും മുന്നറിയിപ്പിനും ശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെ വാക്യങ്ങളിൽ വിശ്വാസികൾക്ക് പ്രോത്സാഹനവും അതേസമയം ശ്രോതാക്കളുടെ പ്രതിബദ്ധതയിലുള്ള ആത്മവിശ്വാസവും ലേഖനകാരൻ പ്രകടിപ്പിക്കുന്നു. അതല്ലെങ്കിൽ എബ്രായ വിശ്വാസികൾക്ക് അങ്ങനെ സംഭവിക്കുകയില്ല. അവർ തങ്ങളുടെ ആത്മീയ മന്ദത വെടിഞ്ഞ് ആത്മീയ പക്വതയിലേക്ക് വളരും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് ലേഖനകാരൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ വേദഭാഗത്തെ, അതായത് 5 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 3 വരെയുള്ള വേദഭാഗത്തെ ഞാൻ 3 ആയിട്ട് തരംതിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
5-ന്റെ 11-12 വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ ലേഖനകാരൻ തൻ്റെ ശ്രോതാക്കളുടെ നിലവിലുള്ള ആത്മീയ നിലവാരത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്തുകയാണ്. വിശ്വാസികളുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് 11-12 വാക്യങ്ങൾ. മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ തക്കവണ്ണം ഉപദേശകരായി തീരേണ്ടവർ വിശ്വാസികളായി വളരെ കാലങ്ങൾ പിന്നിട്ടിട്ടും ദൈവവചനത്തിൻ്റെ ബാലപാഠനങ്ങളെ പഠിപ്പിക്കേണ്ടവർ എന്ന നിലയിൽ അവർ മന്ദബുദ്ധി പ്രകടിപ്പിക്കുന്നു. പ്രസംഗകൻ അവരെ അമ്മയുടെ നെഞ്ചിൽ കിടന്ന് മുലകുടിക്കുന്ന ശിശുക്കളോടാണ് ഉപമിച്ചിരിക്കുന്നത്. അവർക്ക് കൂടുതൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. രണ്ടാമതായിട്ട് 13-14 വാക്യങ്ങളിൽ ആത്മീയ ശിശുക്കളും ആത്മീയമായി മുതിർന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് താൻ ചൂണ്ടിക്കാണിക്കുന്നു. അതല്ലെങ്കിൽ പക്വതയില്ലാത്തവരും പക്വത വന്നവരും തമ്മിലുള്ള അന്തരം എന്താണ് എന്ന് താൻ പറയുന്നു. ആത്മീയമായി പക്വത പ്രാപിച്ചവർ ദൈവവചനത്തിൽ നീതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നന്നായി മനസ്സിലാക്കി നല്ലത് മുറുകെ പിടിക്കുന്നവരും നന്മയെ തിന്മയിൽ നിന്ന് വിവേചിച്ചറിഞ്ഞ് പ്രയോഗത്തിൽ വരുത്തുന്നവരുമാണ്. ആത്മീയമായി പക്വത പ്രാപിച്ചവർ ദൈവവചനത്തിൽ നീതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നന്നായി മനസ്സിലാക്കി നല്ലത് മുറുകെ പിടിക്കുന്നവരും നന്മയെ തിന്മയിൽ നിന്ന് വേർതിരിച്ചറിഞ്ഞ് പ്രയോഗത്തിൽ വരുത്തുന്നവരുമാണ്. മൂന്നാമതായിട്ട് 6-1 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ നിഴലുകളായി പ്രസ്താവിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങളെ ശരിയായ നിലയിൽ ഗ്രഹിക്കാതിരിക്കുന്നത് കൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നീ കാര്യങ്ങളെ വീണ്ടും പഠിപ്പിക്കേണ്ട അവസ്ഥയിലാണ് എബ്രായ വിശ്വാസികൾ. എന്നാൽ ഈ അടിസ്ഥാനം വീണ്ടും ഇടാതെ സുവിശേഷത്തിൻ്റെ ഗഹനമായ സത്യങ്ങളിലേക്ക് മുന്നേറുവാൻ വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും കർത്താവ് അത് യാഥാർത്ഥ്യമാക്കും എന്ന പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ലേഖനകാരൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നും ഒന്നാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശ്വാസികൾ ആത്മീയ മന്ദത വെടിയണം എന്ന കാര്യമാണ്. വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ മന്ദത വെടിയണം. നമുക്ക് 11-12 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. എബ്രായ ലേഖനത്തിൻ്റെ ഇതുവരെയുള്ള അധ്യായങ്ങളിൽ എബ്രായ വിശ്വാസികൾ ഇസ്രയേല്യരുടെ മരുഭൂമിയിലെ അവിശ്വാസം ആവർത്തിക്കുമോ എന്നും അതിനാൽ അവർക്ക് വാഗ്ദത്തം ചെയ്ത ആത്മീയ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ അവർ പരാജയപ്പെടുമോ എന്നും ലേഖനകാരൻ ഭയപ്പെടുന്നു. അങ്ങനെ സംഭവിക്കുന്നതിനെതിരെ 2 തവണ താൻ വാണിംഗ് അഥവാ മുന്നറിയിപ്പ് നൽകിയതാണ്. ആദ്യത്തെ മുന്നറിയിപ്പ് 2:1 അതുകൊണ്ട്
നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവിൻ. അവർ കേട്ട വചനം അധികം ശ്രദ്ധയോടെ, അതല്ലെങ്കിൽ അവർ പുത്രനിലൂടെ കേട്ട സുവിശേഷം മുറുകെ പിടിക്കുക, അവിശ്വാസികളായി തീരാതിരിക്കുക. രണ്ടാമത്തെ വാണിംഗ് 3:8 ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ച ഇസ്രയേൽ മക്കൾ ദൈവം വാഗ്ദത്തം ചെയ്ത സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരുന്നത് പോലെ ദൈവവചനത്തോട് മത്സരിച്ചാൽ നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കാമെന്ന മുന്നറിയിപ്പ് ആണിത്. ഈ 2 മുന്നറിയിപ്പും ഒരേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ നാം മുറുകെ പിടിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ നാം അവഗണിക്കാതിരിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ നിരസിച്ചുകൊണ്ട് അവിശ്വാസികളായി തീരാതിരിക്കുക. അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന തോന്നൽ മറ്റുള്ളവർക്ക് നൽകിയാൽ പോരാ, ദൈവവചനം അനുസരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ആയിരിക്കുക. എന്നാൽ ഇപ്പോഴും തൻ്റെ വായനക്കാരിൽ ചിലരുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് ലേഖനകാരന് ആശങ്കയുണ്ട്. അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, പഠിക്കാൻ മന്ദഗതിയിലാണെന്ന് താൻ ഇവിടെ പ്രസ്താവിക്കുന്നു. പലരും തന്നെ ക്രിസ്തീയ ഉപദേശത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പോലും നന്നായി മനസ്സിലാക്കിയിട്ടില്ല. അവരിപ്പോഴും വ്യാജ ഉപദേഷ്ടാക്കന്മാരുടെ ചതിയാലും വഞ്ചനയാലും ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളെ പോലെയാണ്. അവർ അടിസ്ഥാന ഉപദേശത്തിൽ ഉറയ്ക്കാത്തതിനാൽ ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ പഠിപ്പിക്കുവാൻ തനിക്ക് കഴിയാതെ പോകുന്നു. അതല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രാധാന്യം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ പ്രായോഗികത എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ലേഖനകാരന് കഴിയാതെ പോകുന്നു. അതാണ് 11-ാം വാക്യത്തിലെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെയധികം പറയുവാനുണ്ട് എന്ന പ്രസ്താവന സൂചിപ്പിക്കുന്നത്. അവർ വളരേണ്ട രീതിയിൽ വളർന്നിരുന്നു എങ്കിൽ അവർക്കിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സ്വായത്തമാക്കുവാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ വ്യാജ ഉപദേശത്തിൻ്റെ കാറ്റ് അങ്ങോട്ടടിച്ചാൽ അവർ അങ്ങോട്ട് പോകും, അത് ഇങ്ങോട്ടടിച്ചാൽ അവർ ഇങ്ങോട്ട് പോകും. അവർ വളരേണ്ട രീതിയിൽ വളർന്നിരുന്നു എങ്കിൽ അവർക്കിപ്പോൾ വിശ്വാസത്തിൻ്റെ മഹത്തായ സത്യങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുവാൻ കഴിയുമായിരുന്നു. ദൈവവചനത്തിൻ്റെ പ്രാഥമിക സത്യങ്ങൾ സ്വയം പഠിക്കുവാൻ തയ്യാറായിരുന്നെങ്കിൽ അവരിപ്പോൾ പിന്നാലെ വരുന്നവരെ പഠിപ്പിക്കുവാൻ പ്രാപ്തരാകുമായിരുന്നു. എന്നാൽ അവർ ഇപ്പോഴും അതിന് പ്രാപ്തരായിട്ടില്ല. ഇവിടെ വിശ്വാസികളെല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകണമെന്നോ ഇടയന്മാരാകണമെന്നോ അല്ല പറയുന്നത്. കാരണം അങ്ങനെയുള്ള പ്രത്യേക വരങ്ങളെക്കുറിച്ച് റോമർ 12:7 1 കൊരിന്ത്യർ 12:28-29 വാക്യങ്ങളിലും എഫേസ്യർ 4:11 1 പത്രോസ് 4:11 വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പ്രത്യുത വിശ്വാസത്തിൽ സ്ഥിരത ആർജിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിശ്വാസികൾ അന്യോന്യം പ്രബോധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരെങ്കിലും പാപത്തിൽ വീഴുന്നത് കണ്ടാൽ അവരെ ഉപദേശിക്കുവാനുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
അടുത്തതായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിശ്വാസികളുടെ മുമ്പാകെ ക്രിസ്തുവിനെ സാക്ഷിക്കുക എന്ന കാര്യമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കുക. എബ്രായ ലേഖനത്തിൻ്റെ തന്നെ 10, 35, 13, 15 വേദഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ആത്മവിശ്വാസത്തോടെ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അത് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം സ്വയം പഠിക്കുവാനായിട്ട് തയ്യാറാകണം. അവിശ്വാസിയായിട്ടുള്ള മനുഷ്യൻ എന്തെങ്കിലും സംശയമോ മറുചോദ്യമോ ചോദിച്ചാൽ അതിന് സൗമ്യതയോടെ മറുപടി പറയുവാൻ കഴിയണമെങ്കിൽ വചനത്തിലുള്ള പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ ആത്മീയമായി വളരുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം സ്വയം പഠിക്കുവാൻ നിങ്ങൾ മനസ്സ് വെച്ചിട്ടുണ്ടോ? വ്യാജ ഉപദേശത്തെ തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം നിങ്ങൾക്കുണ്ടോ? പാപത്തിൽ വീഴുന്നവരെ കണ്ടാൽ അവരെ ഉപദേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ മഹത്തായ സത്യങ്ങൾ നിങ്ങൾക്ക് പിന്നാലെ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടോ? മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ധൈര്യപ്പെടാറുണ്ടോ? വിശ്വാസികൾ ആത്മീയ സത്യങ്ങൾ പടിപടിയായി പഠിച്ച് വളർന്നു വരേണ്ട ആവശ്യമുണ്ട്. അവർക്ക് 10 വർഷം മുമ്പുണ്ടായിരുന്ന അറിവല്ല ഇന്നും ആവശ്യമായിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ കൂടുതൽ സത്യങ്ങൾ പഠിക്കുവാൻ അവർക്ക് കഴിയണം. എബ്രായ ലേഖനകാരനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ നേട്ടങ്ങളെക്കുറിച്ച് എബ്രായ വിശ്വാസികളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇക്കാര്യം അവരോട് വിശദീകരിക്കുവാൻ, അവരെ പഠിപ്പിക്കുവാൻ പ്രയാസമാണ്. എന്തുകൊണ്ടാണ് ഇത് അവരെ പഠിപ്പിക്കുവാനായിട്ട് പ്രയാസമായിട്ടിരിക്കുന്നത്? അത് ഈ വിഷയത്തിൻ്റെ സങ്കീർണത മാത്രമല്ല, കേൾവിക്കാരുടെ ആത്മീയ മന്ദതയാണ്. കേൾവിക്കാരുടെ ആത്മീയ മന്ദതയാണ് അതിനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത്. അവർ ആത്മീയമായി മന്ദത ബാധിച്ചവരാകയാൽ ഈ വിഷയം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ തനിക്ക് കഴിയുന്നില്ല. ഇതാണ് രചയിതാവ് ഇവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്നത്. കേൾപ്പാൻ മാന്ദ്യമുള്ളവർ എന്നതാണ് തൻ്റെ ശ്രോതാക്കളുടെ മുഖ്യ പ്രശ്നമെന്നത്. തങ്ങളുടെ ആത്മീയ മന്ദതയെ വ്യക്തമാക്കുവാൻ രചയിതാവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോത്രോസ് എന്ന വാക്കാണ്. നോത്രോസ്. ഈ വാക്കിൻ്റെ അർത്ഥം ലേസി ഇൻ ഹിയറിംഗ് എന്നാണ്. ലേസി ഇൻ ഹിയറിംഗ്, കേൾപ്പാൻ മടി കാണിക്കുക എന്നാണ്, അല്ലെങ്കിൽ കേൾപ്പാൻ അലസത കാണിക്കുക. ഈ വാക്കിൻ്റെ സമകാലീന സാഹിത്യത്തിലെ ചില പ്രയോഗങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാകും. അലസതയാൽ ചെവി അടച്ചു കളഞ്ഞ ഒരു അടിമയോടുള്ള ബന്ധത്തിൽ ഈ വാക്ക് ബൈബിളിന് വെളിയിലുള്ള സാഹിത്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു അടിമ പണി ചെയ്യുവാൻ അലസതയുള്ളവനാണെങ്കിൽ അവൻ്റെ യജമാനൻ വിളിക്കുമ്പോൾ അവൻ കേട്ടതായി നടിക്കുകയില്ല. താൻ കേട്ടാലല്ലേ അനുസരിക്കേണ്ട ആവശ്യമുണ്ടാകുകയുള്ളൂ. അതായത് കേൾക്കുവാൻ വിസമ്മതിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് നോത്രോസ് എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പ്രയോഗം അത്ലറ്റിക്സ് മേഖലയിലാണ് കാണുന്നത്. ആകൃതിയില്ലാത്ത അലസനും മടിയനുമായ ഒരു അത്ലറ്റിനെ കുറിക്കുവാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. തൻ്റെ ശരീരത്തെ നിരന്തരമായ വ്യായാമത്തിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും വഴക്കമുള്ളതായി സൂക്ഷിക്കാത്ത വ്യക്തി
അത്ലറ്റിക്സിൽ പരാജയപ്പെടുന്നത് സ്വാഭാവികമാണ്. ഉദാഹരണമായിട്ട് പൊരിച്ചാക്ക് പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒളിമ്പിക്സിലെ 100 മീറ്റർ ഓട്ടത്തിൽ പരാജയപ്പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ശരിയായ ആഹാര നിയന്ത്രണവും നിരന്തരമായ വ്യായാമവും ഉണ്ടെങ്കിലേ അത്ലറ്റിക്സിൽ നമുക്ക് വിജയം വരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതായത് ദൈവവചനം വായിക്കുവാനും അത് അർത്ഥമാക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാനും അതനുസരിക്കുവാനും മടി കാണിക്കുന്നതിനെയാണ് മന്ദത എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ദൈവവചനം വായിക്കുവാനും അത് അർത്ഥമാക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാനും അത് അനുസരിപ്പാനും ജീവിതത്തിൽ നമുക്ക് ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്. എബ്രായ വിശ്വാസികളുടെ ചിലരുടെ പ്രശ്നം, അവർ ദൈവവചനത്തെ ശ്രദ്ധിക്കുന്നില്ല, അവർ ദൈവവചനത്തെ ഗണ്യമാക്കുന്നില്ല. അവർ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുന്നില്ല. ശ്രദ്ധയോടെ കേൾക്കുകയോ കേട്ട കാര്യങ്ങൾ അനുസരിക്കുകയോ ചെയ്യുന്നില്ല. ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ഒറക്കിൾസ് ഓഫ് ഗോഡ് പ്രാധാന്യത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെയാണ് അടിവരയിട്ട് പറയുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ നാം എന്താണ് വായിക്കുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും വിലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. സാമ്പത്തികമായി ഉന്നത നിലയിലോ അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലോ ഉന്നത ജോലിയിലിരിക്കുന്നവരോ ആണ് ഇവിടെ ഭാഗ്യവാന്മാരെന്നല്ല സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. വിശ്വാസികളെ ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെടരുത് എന്നല്ല ഞാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നത്. മറിച്ച് ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിച്ച് നീതിയിൽ നടക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം കൂടാതെ തന്നിഷ്ടപ്രകാരം നടക്കുന്നവർ ദുഷ്ടന്മാരും പരിഹാസികളുമാണ്. അവരുടെ അന്ത്യം നാശമാണ്. മറ്റൊരു വേദഭാഗം കൂടി നമുക്ക് പരിശോധിക്കാം. ഇത് മോശ ഭാവിയിലേക്ക് നോക്കി ഇസ്രയേലിന് ഒരു രാജാവുണ്ടാകുമ്പോൾ അവൻ പ്രമാണിക്കേണ്ട പ്രധാന കാര്യം എന്താണ് എന്ന നിലയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് ആവർത്തന പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ തൻ്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്നും ഈ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശമിരിക്കുകയും അവൻ്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരാതെയും അവർ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിന് അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രയേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. ഇസ്രയേലിൽ ഒരു രാജാവ് അധികാരമേൽക്കുമ്പോൾ അവൻ ചെയ്യേണ്ട പരമപ്രധാന കാര്യം എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവനൊരു പുതിയ സെക്രട്ടറിയെ തനിക്കായി നിയമിക്കണമെന്നോ തൻ്റെ മുൻഗാമിയുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യണമെന്നോ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെന്നോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. പിന്നെ താൻ എന്താണ് ചെയ്യേണ്ടത്? പുരോഹിതന്മാരുടെ പക്കൽ നിന്നും
ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു കോപ്പി എഴുതിയെടുക്കണം. ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇട്ടാൽ പോരാ, നമ്മുടെ ഹൃദയത്തിലൂടെ അത് കടന്നു പോകണം. കൂടാതെ ഇത് പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണാതെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ വേണ്ടി തലയണയ്ക്ക് കീഴെ വച്ചുകൊണ്ട് ഉറങ്ങാൻ വേണ്ടിയാണോ? അതിനുമല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് രാജാവ് ഇത് എഴുതിയെടുക്കേണ്ടത്? അത് ദിനംതോറും വായിച്ച് ധ്യാനിച്ച് അതിൻ പ്രകാരം ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവജനത്തിന് ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടിയാണ്. ഇനി ഇത് എത്ര ദിവസം അവനിത് ചെയ്യണം? ആദ്യത്തെ ഒരാഴ്ച മതിയോ? ഒരു മാസം മതിയോ? ഒരു വർഷം മതിയോ? പോരാ. തൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും വേണം. ഇനി ഇതിലെ ചില പ്രായോഗികതകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നാം ചെവി അടച്ചു കളയാറുണ്ടോ? അലസനായ അടിമയെപ്പോലെ ദൈവവചനം കേട്ടെങ്കിലല്ലേ അനുസരിക്കേണ്ടതുള്ളൂ എന്ന് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവവചനം വായിക്കുന്നതിനും ഹൃദിസ്ഥമാക്കുന്നതിനും അലസതയുള്ളവരായി നാം തീർന്നിട്ടുണ്ടോ? തിരുവെഴുത്തുകളിൽ മുഴുകുകയും ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും നാം ചെയ്യാറുണ്ടോ? സഭയായി എന്തെങ്കിലും മീറ്റിങ്ങുകൾ ക്രമീകരിച്ചാൽ അതിൽ സംബന്ധിക്കുവാൻ വൈമുഖ്യം തോന്നാറുണ്ടോ? അടിസ്ഥാന ക്രിസ്തീയ ഉപദേശങ്ങളിൽ സ്ഥിരത നാം കൈവരിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ വചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും കാണിച്ച ഉത്സാഹം ഇപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ? ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് വിവേചിക്കുവാനുള്ള പരിജ്ഞാനം നിങ്ങൾക്കുണ്ടോ? ദൈവവചനത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള പരിശീലനത്തിലൂടെ ആത്മീയ വിവേചനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടോ? ആത്മീയ മന്ദതയുടെ ചില ലക്ഷണങ്ങൾ കൂടി നമുക്ക് നോക്കാം. ബൈബിൾ വായിക്കുന്നതിനേക്കാൾ മറ്റേതെങ്കിലും കാര്യത്തിൽ, അത് മറ്റ് കഥാപുസ്തകങ്ങൾ വായിക്കുന്നതിനായാലും വാട്സാപ്പ് നോക്കുന്നതിനായാലും യൂട്യൂബ് ശ്രദ്ധിക്കുന്നതിനാണെങ്കിലും അധികം സമയം നിങ്ങൾ നീക്കിവെക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ അപകടത്തിൻ്റെ വക്കിലാണ്. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഉത്സാഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ പിന്നോക്കം ചുവട് വയ്ക്കുകയാണ്. കർത്താവിൻ്റെ മേശയെ അവഗണിച്ചുകൊണ്ട് കല്യാണ വിരുന്നിനോ ബിസിനസ് ആവശ്യങ്ങൾക്കോ പോകുന്നവരാണോ? എങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി തുലോം മാറിപ്പോയിരിക്കുന്നു. ഇതെല്ലാം ആത്മീയ മന്ദതയുടെ ചില ലക്ഷണങ്ങളാണ്. സഭയിലെ അവരുമായുള്ള ദീർഘകാല ഇടപെടലിൻ്റെ വെളിച്ചത്തിൽ കേൾവിക്കാരുടെ അവസ്ഥ മോശമാണെന്ന് എഴുത്തുകാരൻ വിലയിരുത്തുന്നു. അവർ ഇപ്പോൾ അധ്യാപകരായിരിക്കേണ്ടവരാണ്. ആത്മീയമായ താണനിലയിൽ നിന്ന് ആത്മീയമായ ഉയർന്ന നിലയിലേക്ക് അവർ വളരേണ്ടതാണ്. എന്നാൽ അങ്ങനെയൊരു വളർച്ച അവരിൽ താൻ കാണുന്നില്ല. ഇവിടെ ഇത് ബുദ്ധിക്കുറവോ IQ ഇല്ലാത്തത് കൊണ്ടോ സംഭവിച്ചതല്ല. ദൈവവചനം സ്വയം പഠിക്കുവാൻ അവർ മനസ്സ് വയ്ക്കുന്നില്ല. ദൈവവചനം പഠിക്കുവാനുള്ള അവസരങ്ങൾ അവർ പ്രയോജനപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളായി അവർ വർഷങ്ങൾ പിന്നിട്ടിട്ടും അവർ ഇപ്പോഴും ആത്മീയ ശിശുക്കളെ പോലെയാണ്. അവർക്കിപ്പോഴും പാലാണ് ആവശ്യമായി വന്നിരിക്കുന്നത്. കട്ടിയായുള്ള ഭക്ഷണം അവർക്ക് ദഹിക്കുകയില്ല. രണ്ടാമതായി അതിൻ്റെ ഔട്ട്കം അഥവാ അതിൻ്റെ പരിണതഫലം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനായി 13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ
തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഇവിടെ നിന്നും രണ്ടാമത്തെ പോയിൻ്റായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശ്വാസികൾ നന്മതിന്മകളെ തിരിച്ചറിയുന്നവരും നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമുള്ളവരുമായി തീരണം. വിശ്വാസികൾ നന്മതിന്മകളെ തിരിച്ചറിയുന്നവരും നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമുള്ളവരുമായി തീരണം. പാലും കട്ടിയായുള്ള ഭക്ഷണവും തമ്മിലുള്ള വ്യത്യാസം ലേഖനകാരൻ ഇവിടെ കൂടുതൽ വികസിപ്പിക്കുകയാണ്. കട്ടിയായുള്ള ഭക്ഷണമല്ല, പാലിൻ്റെ ആവശ്യകത മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിൽ നിന്നും നന്മതിന്മകളെ തിരിച്ചറിയുന്നതിൽ നിന്നും അവരുടെ ഇന്ദ്രിയങ്ങളെ പരിശീലിപ്പിക്കുന്നതിൽ നിന്നും അവരെ ഇവിടെ തടയുകയാണ്. പാലെന്ന വാക്ക് പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമല്ല മറ്റ് 2 ഇടങ്ങളിൽ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്ത അർത്ഥങ്ങളിലാണെന്ന് മാത്രം. കേൾവിയിൽ ശ്രദ്ധാലുക്കളായില്ലെങ്കിൽ ഈ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല. 1 പത്രോസ് 2:2 പത്രോസ് എഴുതുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. രക്ഷയിൽ വളരണമെങ്കിൽ വചനമെന്ന കലർപ്പില്ലാത്ത പാൽ എല്ലാവരും കുടിക്കണം. ഇവിടെ പാൽ എന്ന രൂപകം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവവചനത്തിനായിട്ടുള്ള ഒരു വാഞ്ച നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന അർത്ഥത്തിലാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ മുലപ്പാലിനായി എങ്ങനെ വാഞ്ചിക്കുന്നുവോ അതുപോലെ വിശ്വാസികൾ ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ആഗ്രഹിക്കണം. ഇവിടെ നാം മുന്നമേ പറഞ്ഞതുപോലെ മൃദുവായ ഭക്ഷണവും കട്ടിയായുള്ള ഭക്ഷണവും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുവാനല്ല, മറിച്ച് ദൈവവചനത്തോട് ഒരുവനുണ്ടായിരിക്കേണ്ട ആഗ്രഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവവചനത്തിനായി നാം ഒരു കുഞ്ഞിനെ പോലെ, ഒരു ശിശുവിനെ പോലെ വിശക്കുന്നവരായിരിക്കണം. അടുത്ത വാക്യം 1 കൊരിന്ത്യർ 3:1-2 വാക്യങ്ങളാണ്. അവിടെ പൗലോസ് കൊരിന്ത്യരെ ശാസിക്കുന്നത് നമുക്ക് നോക്കാം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. ഇവിടെ പറയുന്നത്, നിങ്ങൾ ജഡികന്മാരായതിനാൽ ഞാൻ നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരമല്ല, പാലത്രേ നൽകുന്നത് എന്നാണ്. വാസ്തവത്തിൽ പൗലോസ് കൊരിന്ത്യരെ ശാസിക്കുകയാണ്. കാരണം കൊരിന്ത്യ സഭ ആരംഭിച്ചതിന് ശേഷം 5 വർഷം കഴിഞ്ഞാണ് പൗലോസ് ഈ ലേഖനം അവർക്ക് എഴുതുന്നത്. അവർക്ക് കൂടുതൽ ഉപദേശങ്ങൾ വേഗത്തിൽ സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു വളർച്ച ഈ കാലയളവ് കൊണ്ട് ഉണ്ടായിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു ആത്മീയ വളർച്ച ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഇടയിൽ ഇപ്പോഴും ഈർഷ്യയും പിണക്കവും ഒന്നും നിലനിൽക്കുകയില്ലായിരുന്നു. ഈ സ്വഭാവങ്ങൾ പണ്ടേ അവർ നീക്കിക്കളയേണ്ടതായിരുന്നു. വിശ്വാസികൾ പരസ്പരം അസൂയയിലും പകയിലും കഴിയുന്നു. ചിലർ ചിലരുടെ നേരെ നോക്കാൻ പോലും മടിക്കുന്നു. അവർ ആത്മീയമായി അപക്വരാണ്. കേട്ട കാര്യങ്ങൾ അവർ ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ല. അവർ വചനത്തോട് ശരിയായ നിലയിൽ പ്രതികരിച്ചിട്ടില്ല. വചനത്തോട് പ്രതിബദ്ധത കാണിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ആത്മീയ സത്യങ്ങൾ അവരോട് പങ്കുവയ്ക്കുവാൻ പൗലോസ് ഇവിടെ മടിക്കുന്നു. നിങ്ങൾക്ക് പാലത്രേ ആവശ്യമായിരിക്കുന്നു, കട്ടിയുള്ള ഭക്ഷണമല്ല. ഈ 2 പ്രയോഗങ്ങളും കാണിക്കുന്നത് വിശ്വാസികൾ ദൈവവചനത്തിനായി എങ്ങനെ വാഞ്ചിക്കണമെന്നും അവർ കേൾക്കുന്ന വചനം പ്രാവർത്തികമാക്കിക്കൊണ്ട്
തങ്ങളുടെ ജഡികത തങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീക്കിക്കളയണം എന്നുമാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവവചനം കേൾക്കുക, അത് അനുസരിക്കുക. ഇവയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആശയമാണ് ലേഖനകാരൻ ഇവിടെ അർത്ഥമാക്കുന്നത്. പാൽ കുടിച്ച് ജീവിക്കുന്ന ഏതൊരാളും ഇപ്പോഴും ഒരു ശിശുവാണ്. അതിൻ്റെ തെളിവ് അവർ നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവരാണ് എന്നതാണ്. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. ഇതും മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയോഗമാണ് എന്ന് പല വേദപണ്ഡിതരും അഭിപ്രായപ്പെടുന്നു. നീതിയുടെ വചനം എന്ന പ്രസ്താവന വളരെയധികം വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. നീതിയുടെ വചനത്തെ ശരിയായ സംസാരം, ധാർമ്മിക ഉപദേശങ്ങൾ, മുതിർന്നവരുടെ സംസാരം, ക്രിസ്ത്യാനിത്വത്തിൻ്റെ പൊതു പഠിപ്പിക്കലുകൾ, വചനത്തിൻ്റെ നിരന്തര ഉപയോഗത്താൽ തെറ്റും ശരിയും തിരിച്ചറിയുക എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പലരും ഇതിനോടുള്ള ബന്ധത്തിൽ മുൻപോട്ട് വച്ചിട്ടുണ്ട്. വിവിധ ഇംഗ്ലീഷ് പരിഭാഷകളെ അടിസ്ഥാനമാക്കിയാണ് പലരും ഈ വ്യാഖ്യാനങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ളതും. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡോക്ടർ D.A. കാഴ്സൺ മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം നീതിയുടെ വചനത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: പഴയ നിയമം ശരിയായി മനസ്സിലാക്കി പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ക്രിസ്തുവിലാണ് ഒരുവന് നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയുക. ആ ക്രിസ്തുവിനെ നമ്മുടെ നീതിയായി കണക്കാക്കി ആ നീതിയെക്കുറിച്ച് പഠിക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ നീതിയായി കണക്കാക്കി ആ നീതിയെക്കുറിച്ച് പഠിക്കുക. ഈ ആശയമാണ് എനിക്കും സ്വീകാര്യമായി തോന്നിയത്. കാരണം എബ്രായ ലേഖനം യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ നീതിയായി കണക്കാക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്നത്. പഴയ നിയമം ശരിയായി മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കുവാൻ വിഷമമുണ്ടാവുകയില്ല. തങ്ങളുടെ പക്വതയില്ലായ്മ കൊണ്ട് പഴയ നിയമ ആചാരങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾക്കാണല്ലോ എബ്രായ ലേഖനകാരൻ ഇതെഴുതുന്നത്. ആത്മീയരായി ഇവിടെ അപക്വരായി കരുതപ്പെടുന്നവർ പഴയ നിയമ യാഗങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് കാരണം ഈ വേദഭാഗങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ നീതി ക്രിസ്തുവിലാണെന്ന് യാഥാർത്ഥ്യമാകുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. രക്ഷകനെന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ പൂർണ്ണ പര്യാപ്തത തിരിച്ചറിയുവാനും പ്രയോജനപ്പെടുത്തുവാനും അവർ പരാജയപ്പെട്ടിരിക്കുന്നു. പഴയ നിയമ നിഴലുകളെല്ലാം തന്നെ ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ക്രിസ്തു നമുക്കായി നേടേണ്ടത് നേടുകയും ദൈവം മുമ്പാകെ നമ്മെ നീതിമാന്മാരായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു നമുക്കായി നേടേണ്ടത് നേടുകയും ദൈവം മുമ്പാകെ നമ്മെ നീതിമാന്മാരായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള നീതിയാണ് നാം യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ നീതി കണക്കിട്ടവർ നീതിയിൽ നടക്കുവാൻ അതേസമയം ബാധ്യസ്ഥരുമാണ്. അതിനെക്കുറിച്ചാണ് 14-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ നാം വായിക്കുന്നത്. തിരുവെഴുത്തുകളുടെ നിരന്തരമായ ഉപയോഗത്തിലൂടെ നന്മയും തിന്മയും തിരിച്ചറിയുന്നവരാണ് സ്വയം പരിശീലനം സിദ്ധിച്ച പക്വതയുള്ളവർ എന്നാണ് 14-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നത്. നന്മതിന്മകളെ തിരിച്ചറിയുവാൻ കഴിയും വിധം ദൈവവചനം കൊണ്ട് തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അവർ പരിശീലിപ്പിച്ചെടുക്കണം. ദൈവവചനമായി നിരന്തരമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്നവർക്ക് ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്
സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ ഓരോ നിമിഷവും ഓരോ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം എടുക്കണം. കൂടാതെ നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം സംസാരിക്കുക, നല്ലത് മാത്രം രുചിച്ചറിയുക. ഈ നിലയിൽ ദൈവവചനം കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നാം പരിശീലിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരുവനെ വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? അതിനുള്ള ഒരു ഉത്തരം ഒരു തരത്തിൽ ദൈവവചനത്തിൻ്റെ അവഗണനയാണ്. ദൈവവചനത്തെ ഉപേക്ഷിക്കുന്നതാണ്. ദൈവവചനം വായിക്കുന്നതും പഠിക്കുന്നതും അത് അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കാത്തതുമാണ്. മറ്റൊരു തരത്തിൽ യേശുവിനെ നമ്മുടെ നീതിയായി കണ്ട് അവനെ മുറുകെ പിടിക്കാതിരിക്കുന്നതാണ്. അതാണ് ഒരുവനെ ഇവിടെ വിശ്വാസത്യാഗത്തിലേക്ക്, അപ്പോസ്റ്റസിയിലേക്ക് നയിക്കുന്നത്. ഇത് നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് പോകാതിരിക്കുവാനുള്ള പ്രതിവിധി എന്താണ് എന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശ്വാസത്യാഗത്തിലേക്ക് പോകാതിരിക്കുവാനുള്ള പ്രതിവിധി ദൈവവചനത്തിൽ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്നതാണ്. ദൈവവചനത്തിൽ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക. 6:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഇതും മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള വാക്യങ്ങളാണ്. ഇതിൻ്റെ വ്യാഖ്യാനത്തിലും പണ്ഡിതന്മാരുടെ ഇടയിൽ സമവായമില്ല. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രാഥമിക പഠിപ്പിക്കലിൽ ഉൾപ്പെടുന്നതായി 6 കാര്യങ്ങൾ രചയിതാവ് ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ആ 6 കാര്യങ്ങൾ എന്ന് പറയുന്നത് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിവയാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് വരും അധ്യായങ്ങളിൽ, അതായത് എബ്രായ ലേഖനത്തിൻ്റെ 9-10 അധ്യായങ്ങളിൽ ലേഖനകാരൻ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അലസത വെടിഞ്ഞ് ഈ കാര്യങ്ങൾ പഠിക്കുവാൻ മനസ്സ് വെച്ചാൽ അവൻ നിങ്ങളെ പരിജ്ഞാനപൂർത്തിയിൽ എത്തിക്കും എന്ന പ്രതീക്ഷയാണ് ലേഖനകാരൻ ഈ വാക്യങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. സമയപരിധി മൂലം ഇവയെക്കുറിച്ച് വളരെ ചുരുക്കമായി മാത്രമേ ഞാനിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എങ്കിലും ചില കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുക, ദൈവത്തെങ്കിലേക്ക് വിശ്വാസത്താൽ തിരിയുക എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. ഇത് നമുക്ക് 9-ാം അധ്യായത്തിൻ്റെ 14 വാക്യങ്ങളുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നു എങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഇവിടെ നിർജീവ പ്രവർത്തികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആടുകളുടെയും കാളകളുടെയും രക്തവും പശുഭസ്മവും ഉപയോഗിച്ചുള്ള ശുദ്ധീകരണമാണ്. അതുകൊണ്ട് കേവലം ജഡികശുദ്ധി മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ അവയ്ക്ക് കഴിയുകയില്ല. പഴയ നിയമയാഗങ്ങളിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ നിർജീവ പ്രവൃത്തികളായ ആടുകളുടെയും കാളുകളുടെയും രക്തവും പശുഭസ്മവും ഉപയോഗിച്ചുകൊണ്ടുള്ള ശുദ്ധീകരണമാണ് അന്വേഷിക്കുന്നത്. അത് കേവലം ജഡികശുദ്ധി മാത്രമേ വരുത്തുകയുള്ളൂ. അത് മനുഷ്യൻ്റെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തം ആന്തരിക ശുദ്ധിക്ക് എത്രയോ മതിയായതാണ്. ആകയാൽ നിർജീവ പ്രവൃത്തികളെ വിട്ട്
ക്രിസ്തുവിലേക്ക് തിരിയുക. അടുത്തതായി പറയുന്ന കാര്യം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശമാണ്. അതും എബ്രായ ലേഖനം 9:9-10 വാക്യങ്ങളിലും 9:19-ലും 10:22 കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. 9:9-10 വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങളത്രേ. ഭക്ഷണപാനീയ വഴിപാടുകളും വിവിധ സ്നാനങ്ങൾ അഥവാ കഴുകലുകളും താൽക്കാലിക സ്വഭാവമുള്ളതും യേശുക്രിസ്തുവിൻ്റെ ആത്മീയ യാഗത്തെ മുൻനിഴലാക്കിയുള്ള ആചാരങ്ങളുമായിരുന്നു. അവ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ പാപക്ഷമയുടെയും ശുദ്ധീകരണത്തിൻ്റെയും പ്രതീകാത്മക നിഴലുകൾ മാത്രമാണ്. ശുദ്ധീകരണ കാലം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ബലി മരണത്തിന് ശേഷമുള്ള കാലമാണ്, അല്ലെങ്കിൽ സഭാ കാലഘട്ടമാണ്. അതാണ് യഥാർത്ഥ സമാധാനം നമുക്ക് നൽകുന്നത്. വീണ്ടും 9:19 മോശ ന്യായപ്രമാണപ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാങ്ങളുടെയും ആറ്റുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. അതായത് മോശ മുഴുവൻ ന്യായപ്രമാണവും ജനത്തെ വായിച്ച് കേൾപ്പിച്ച ശേഷം കാളകളുടെയും ആടുകളുടെയും രക്തം വെള്ളത്തിൽ കലക്കി ചുവന്ന കമ്പിളിയും ഈസോപ്പും മുക്കി പുസ്തകത്തിന്മേലും ജനത്തിന്മേലും തളിച്ചു. ഈ പ്രവൃത്തി ജനങ്ങളുടെ ശുദ്ധീകരണത്തെയും വിശുദ്ധീകരണത്തെയും ദൈവത്തിന് ഇസ്രയേലിനും ഇടയിലുള്ള അവരുടെ ഉടമ്പടിയെയുമാണ് അത് പ്രതീകപ്പെടുത്തുന്നത്. വീണ്ടും 10:22 ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പഴയ നിയമ വ്യവസ്ഥയിൽ രക്തത്തിൻ്റെ പ്രാധാന്യത്തെ ഈ വാക്യം ഊന്നിപ്പറയുകയും ക്രിസ്തുവിൻ്റെ ആത്യന്തിക യാഗത്തെ ഇത് മുൻനിഴലാക്കുകയും ചെയ്യുന്നു. രക്തം ചൊരിയാതെ പാവമോചനമോ വിടുതലോ ഇല്ല. പഴയ നിയമത്തിൽ ബലിയർപ്പിക്കപ്പെട്ട മൃഗങ്ങളുടെ രക്തം ക്രിസ്തുവിൻ്റെ ചൊരിയപ്പെട്ട രക്തത്തിൻ്റെ നിഴലായിരുന്നു. ക്രിസ്തുവിൻ്റെ ചൊരിയപ്പെട്ട രക്തമാണ് ആത്യന്തിക പാപക്ഷമയും വിടുതലും നമുക്ക് നൽകുന്നത്. വിശ്വാസികൾ ഇന്ന് പുതിയ ഉടമ്പടിയിൻ കീഴിലാണ്. യേശുവിൻ്റെ രക്തത്താൽ സ്ഥാപിതമായിട്ടുള്ള പുതിയ ഉടമ്പടി അത് പഴയ ഉടമ്പടിയിൻ കീഴിലേക്ക് പോകുന്നതിൻ്റെ പോഷത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി കൈവയ്പ്പിനെ കുറിച്ചുള്ള ഉപദേശം എന്താണ് എന്ന് നോക്കാം. പഴയ നിയമത്തിൽ പുരോഹിതന്മാരുടെ ഔപചാരികമായി നിയമിക്കുമ്പോഴായിരുന്നു അവരുടെ മേൽ കൈവച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമ പുരോഹിതൻ സർവശക്തനായ ദൈവത്തിൻ്റെ സത്യപ്രതിജ്ഞയിലൂടെ അധികാരത്തിൽ വരുന്നവരാണ്. പഴയ നിയമത്തിൽ കൈവച്ച് പുരോഹിതന്മാരെ ആക്കുന്ന രീതി പുതിയ നിയമത്തിൽ ഇല്ല. അവർ ദൈവത്തിൻ്റെ സത്യപ്രതിജ്ഞയിലൂടെ പുരോഹിതന്മാരായിട്ട് തീരുന്നു. അവരുടെ മേൽ കൈവയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത് മരിച്ചവരുടെ പുനരുത്ഥാനം ന്യായവിധിയുമാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് 11:35 13:20 പരാമർശിക്കുന്നുണ്ട്. അതുപോലെ ന്യായവിധിയെക്കുറിച്ച് 9:27 10:26-27 വാക്യങ്ങളിലും പറയുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ ന്യായവിധിയും അതിനെ തുടർന്നുള്ള മരണവും നീങ്ങിപ്പോയിരിക്കുന്നു എന്ന കാര്യമാണ് അവിടെ നാം കാണുന്നത്. അവരെ കാത്തിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള പുനരുത്ഥാനമാണ്. ഒരു മനുഷ്യൻ്റെ ആത്യന്തിക ശത്രു പിശാചും മരണവുമാണ്. ഒരു മനുഷ്യൻ്റെ അത് എന്നേക്കുമായിട്ട് നീങ്ങിപ്പോയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയാൽ ഈ നേട്ടങ്ങളൊക്കെയും ഒരു വിശ്വാസിക്ക് കൈവന്നിരിക്കുന്നു. ഇനിയും പഴയ യാഗങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും തിരിയുന്നതിൻ്റെ
ഔചിത്യം എന്താണ് എന്നാണ് ലേഖനകാരൻ ചോദിക്കുന്നത്. തുടർന്നുള്ള 2-3 വാക്യങ്ങളിൽ ലേഖനകാരൻ ഇപ്രകാരം പറയുന്നു: നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഇത് ഒരു ഡിവൈൻ പാസീവാണ്. അതായത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രാഥമിക പഠിപ്പിക്കലുകളിലേക്ക് വീണ്ടും പോകാതെ ദൈവത്താൽ വഹിക്കപ്പെട്ടവരായിട്ട് പക്വതയിലേക്ക് മുന്നേറാം എന്നാണ് ലേഖനകാരൻ ഇവിടെ പറയുന്നത്. അതിനർത്ഥം നാം നിഷ്ക്രിയരായിട്ടിരുന്നാൽ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തുകൊള്ളും എന്നല്ല ഇത് അർത്ഥമാക്കുന്നത്. മറിച്ച് ദൈവം നമ്മെ പക്വതയിലേക്ക് ദൈവം നമ്മെ നയിക്കുവാനായിട്ട് അനുവദിച്ചാൽ ദൈവം നമ്മെ പക്വതയിലേക്ക് കൊണ്ടുപോകും എന്നാണ്. നാം ആത്മീയ മന്ദത വെടിഞ്ഞ് ദൈവവചനം പഠിക്കുവാൻ മനസ്സ് വെച്ചാൽ ദൈവം നമ്മെ പരിജ്ഞാനപൂർത്തിയിലേക്ക് നയിക്കും. ഈ പ്രത്യാശയോടെയാണ് ലേഖനകാരൻ ഈ വേദഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സന്ദേശം സംഗ്രഹിക്കുകയാണ്. 1, വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ മന്ദത വെടിയണം. 2, വിശ്വാസികൾ നന്മതിന്മകളെ തിരിച്ചറിയുന്നവരും നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമുള്ളവരുമായിട്ട് തീരണം. 3, വിശ്വാസത്യാഗത്തിലേക്ക് പോകാതിരിക്കുവാനുള്ള പ്രതിവിധി ദൈവവചനത്തിൽ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക, ക്രിസ്തുവിനെ നമ്മുടെ നീതിയായി കണ്ട് അവനെ മുറുകെ പിടിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.